നീ ആദ്യം പോയി ഫ്രഷ് ആവുക. മുകളിൽ 2ാമത്തെ റൂമാണ്. നിനക്ക് പറ്റിയ ഡ്രസ്സ് കാണില്ല, എൻ്റെ ഡ്രസ്സ് ഉണ്ടാവും, അത് യൂസ് ചെയ്തോളൂ. ആളിവിടെ ഉണ്ടോ? ഐ മീൻ വൈഫ്? ഇല്ല, അവളിപ്പോൾ ഇവിടെ ഇല്ല. നീ പോയി ഫ്രഷ് ആവാൻ നോക്ക്. ഞാൻ അപ്പോഴേക്കും ഫുഡ് തയ്യാറാക്കാം. നോക്കണ്ട, ഫുഡ് കഴിച്ചോളൂ. ഞാനതിൽ വിഷമൊന്നും കലർത്തിയിട്ടില്ല. എന്നാ പോയി കിടന്നോളൂ. മുകളിൽ ഗസ്റ്റ് റൂം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ പേടിക്കണ്ട, രാവിലെ തന്നെ നിന്നെ കൊണ്ടാക്കിക്കൊണ്ട്. ഓ ഷിറ്റ്, അവന് ഇടിവെട്ട് പേടിയാണല്ലോ. അച്ചു, എനിക്ക് ഇടിവിട്ട് പേടിയാന്ന് വിചാരിച്ചാൽ നോക്കിയാക്കാൻ വന്നതാലേ. ഇനി അതിൻ്റെ ആവശ്യമില്ലടോ. കാലത്തിനനുസരിച്ച് എല്ലാം മാറും, മനുഷ്യരും. ഞാനും മാറി ഒരുപാട്. എനിക്കിപ്പോൾ ആ പഴയ പേടി ആരെയും ഒന്നിനെയല്ലടോ. സോ ഞാൻ പേടിക്കണ്ട, പോയി കിടന്നോ. ഓക്കെ, ഈ മാറ്റം നല്ലതാ. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ശരിയാ, നീ ഒരുപാട് മാറിപ്പോയി. ആ പഴയ അച്ചുവയല്ല നീ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ദിവസം. എന്ത് പറ്റിടാ അച്ചു? ഇത് എന്നെ നോക്കിയേ. പുറത്ത് നല്ല മഴയും കാറ്റൊക്കെ അല്ലേ? വീടിയൊക്കെ വെട്ടിയപ്പോൾ കറണ്ട് പോയതാ. നീ പേടിക്കല്ലേ, ഞാനിവിടെ ഉണ്ട്. നീ എന്നെ നോക്കിയേ. ഇപ്പൊ ഓക്കെ ആയോ എൻ്റെ ചെക്കൻ? കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഇല്ല എൻ്റെ കൂടെ, ഞാൻ ഓക്കെയോ? എന്താ ശരിക്കും നിനക്ക് ഇങ്ങനെ ഒരു പേടിയുള്ള കാര്യം എനിക്ക് അറിയണ്ടായില്ലല്ലോ. എന്താ ഇതിന് കാരണം? അത് പിന്നെ അത് ഹേ ഇറ്റ്സ് ഓക്കെ. പറയാൻ പറ്റുന്നതാണെങ്കിലും മതിയില്ലെങ്കിൽ നീ അത് ആലോചിക്കേണ്ട. ചെറുപ്പത്തിലൊരിക്കല ഞാനിതുപോലെ റൂമിൽ ലോക്കായി പോയി. അന്നതുപോലെ നല്ല ഇടിവിട്ട് മഴയായിരുന്നു. കറണ്ടും ഇല്ലാണ്ട് റൂമിൽ മൊത്തിരിട്ട്. അതിൽ പിന്നെ എനിക്ക് പേടിയാ. ഓക്കെ, നീ അത് ആലോചിക്കണ്ട, ഉറങ്ങിക്കോ. ഞാനുണ്ട് നിൻ്റെ അടുത്ത്, പേടിക്കണ്ട. I love you, C. I love you so much. You have no idea how much I love you too. ചിലപ്പോൾ ഈ മാറ്റം നല്ലതിനായിരിക്കാം. എണീറ്റോ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ സ്ലീപ്പി പൊട്ടറ്റോ. ഫ്രഷായിട്ട് താഴത്തേക്ക് പോയ ഫുഡ് റെഡിയാണ്. അത് കഴിച്ച് കഴിയുമ്പോൾ ഞാൻ കൊണ്ടാക്കാം. വീട്ടിൽ പോണ്ടേ? ഓയ് ഹലോ, സമയം പോയിക്കൊണ്ടിരിക്കുക. എന്നെ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിനക്ക് അതിനെ ഇറങ്ങാനുള്ളൂ. പിന്നെ നിന്നെ ഞാൻ കൊണ്ടാക്കില്ല. എനിക്കുണ്ടല്ലോ സമയത്തിന് നല്ല വിലയുണ്ട്. വേഗം പോകണമെന്നുണ്ടെങ്കിൽ വേഗം റെഡിയായി വായോ.
Tamil BG. ആഹാ, എത്ര പെട്ടെന്ന് റെഡി ആയി വന്നു. അപ്പോൾ വേഗം പോകാൻ ആഗ്രഹമുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അല്ല, നിന്റെ വായിൽ വല്ല പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടാ? രാവിലെ എണീറ്റത് തൊട്ട് ഈ 2 കണ്ണും പുറത്തേക്ക് ചാടിച്ച് എന്നെ പേടിപ്പിക്കലല്ലാണ്ട് ഒരക്ഷരം നീ സംസാരിച്ചിട്ടില്ല. എന്താ നിന്റെ പ്രശ്നം? കാരണം എനിക്ക് നിന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. നിന്നെ കാണുന്നത് പോലും വെറുപ്പാ. അതന്നും ഇന്നും ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും. അതിലൊരു മാറ്റം നീ പ്രതീക്ഷിക്കേണ്ട. വേഗനെ കൊണ്ടുവിടാൻ നോക്ക്. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പാ തോന്നുന്നത്. കൊണ്ടു, നല്ലോണം കൊണ്ടു. അന്നും ഇന്നും നീ ഒന്നും അറിയാതെയാ സംസാരിക്കുന്നത്. നിനക്കറിയണ്ട, കേൾക്കണ്ട. ഞാൻ ഇനി വിശദീകരിക്കാൻ നിൽക്കുന്നുമില്ല. നിനക്ക് പോണ്ടേ? ഞാൻ നിന്നെ കൊണ്ടാക്കുന്നില്ല. ഈ വെറുപ്പുള്ള മുഖം കണ്ട് നീ ഇരിക്കണ്ട. നിന്നെ കൊണ്ടുപോകാനുള്ള ആൾ പുറത്ത് വന്നിട്ടുണ്ട്. ചെല്ലാൻ നോക്ക്. ഇനി എന്ത് നോക്കിയാ നീ ഇവിടെ നിൽക്കുന്നത്? എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. പ്ലീസ്, നീ പോവാൻ നോക്ക്. ലക്ഷ്മി, നീ എങ്ങനെ ഇവിടെ? അവൻ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ കാർ കംപ്ലൈൻ്റ് ആയി, നീ അവൻ്റെ കൂടെ സേഫ് ആണെന്ന് പറഞ്ഞിട്ട്. മോർണിംഗ് നിന്നെ വന്ന് പിക്ക് ചെയ്തോളൂന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനതപ്പോൾ തന്നെ ചേച്ചിയമ്മേനെ വിളിച്ച് പറഞ്ഞു. ആൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. നീ വായോ, നമുക്ക് പോവാം. ഇതെന്താ വണ്ടി നീ ഇവിടെ നിർത്തിയേ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വായോ, നമുക്കൊന്ന് നടക്കാം. ലക്ഷ്മി, എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? ഞാൻ എന്താ സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് വളരെ കറക്റ്റായിട്ട് അറിയാം. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല. എങ്കിലും ഞാൻ പറയാം. കുറച്ച് നാളായി ഈ ടോം ആൻഡ് ജെറി കളി തുടങ്ങിയിട്ട്, അല്ലേ? എനിക്കറിയാം എല്ലാം. ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാ. അവന് നിന്നെയും നിനക്കവനും വളരെ നേരത്തെ അറിയാം. അതും നല്ല പോലെ അറിയാം. നിങ്ങളുടെ റിലേഷൻ എന്തായിരുന്നു എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. കാരണം അത് അവൻ്റെ കണ്ണിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവൻ നിന്നെ നോക്കുന്നതും നിന്നോട് സംസാരിക്കുന്നതും ഏത് പൊട്ടനും മനസ്സിലാവും. പക്ഷെ എനിക്ക് നിന്റെ വായിൽ തന്നെ എല്ലാം അറിയണം. ഓക്കെ, ഫൈൻ. ഇനിയൊന്നും മറച്ചു വയ്ക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ മറച്ചു വയ്ക്കാനൊന്നുമില്ല. ഒന്നുമില്ലാത്തത് കൊണ്ടാണ് പറയാണ്ടിരുന്നത്. ഇനിയെല്ലാം ഞാൻ പറയാം. നിനക്ക് ഓർമ്മയുണ്ടോ 5 വർഷം മുന്നുള്ള എന്നെ നീ എങ്ങനെയാ കണ്ടെന്നുള്ളത്? ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ എന്നെ ആ സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ച വ്യക്തിയാ അവൻ. കോളേജിൽ വെച്ചാ ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത്. അതും സെക്കൻഡ് ഇയർ. അതുവരെ ഞാൻ അവനെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അവനെ എന്നല്ല, ഞാൻ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. സ്റ്റഡീസിൽ മാത്രമായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ. ഒരു ദിവസം കോളേജിലെത്താൻ അല്പം ലേറ്റായി. ആ ഒരു തിടുക്കത്തിൽ ഞാൻ ഓടിപ്പോകുന്ന ടൈമിലാണ് അവനായിട്ട് കൂട്ടിമുട്ടുന്നത്. അന്നാ ആദ്യം ഞാൻ അവനെ കാണുന്നത്. ഓ, ഐ എം സോറി. ഞാൻ പെട്ടെന്ന് ധൃതിയിൽ പോയപ്പോൾ ശ്രദ്ധിച്ചില്ല. സോറി. ഇറ്റ്സ് ഓക്കെ. ഐ ലവ് യു. വാട്ട്? ഐ തിങ്ക് താൻ കേട്ടത് തെറ്റിപ്പോയി. ഞാൻ തൻ്റെ ദേഹത്ത് അറിയാതെ വന്ന് മുട്ടിയതാ. അതിന് ഞാൻ സോറിയാ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായിടോ. അത് സാരില്ല. പക്ഷെ ഞാൻ തന്നോട് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഐ ലവ് യു. നിന്റെ തലയ്ക്ക് വെളിവില്ലേ? എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? അതും ഇപ്പൊ തന്നെ കണ്ടിട്ട്. എടോ, ഞാൻ പെണ്ണല്ല, താൻ നീ തെറ്റിദ്ധരിച്ചോ? ഞാനൊരു ആണാണ്. താനും പോയി ഞാനും പോയി. താൻ എന്തോ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുള്ളൂ ദൈവമേ. അതൊക്കെ എനിക്കറിയാം. നിന്നെ ഞാൻ എപ്പോഴാണ് കണ്ടത്? നീ എന്നെ എപ്പോഴാണ് കണ്ടത്? നീ ഒരു ബോയാണ്, ഗേളല്ല. സ്റ്റിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഐ ലവ് യു. ഇത് ചില്ലറ ഭ്രാന്തൊന്നല്ല, നല്ല കൂടിയാണ് മട്ട.
മോൻ വേഗം മെന്റൽ ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്. ചേട്ടന് സമയമില്ല, ക്ലാസ്സിൽ പോകണം. ബായ്. അവിടെ നിന്നായിരുന്നു എല്ലാത്തിനും സ്റ്റാർട്ടിങ്. പിന്നീട് അവൻ എൻ്റെ പിന്നാലെ കുറേ നടന്നു. കുറേ എന്ന് വെച്ചാൽ ഒരുപാട് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കിടയിൽ ആട്ടിയും പിടിയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. എടാ, അതേ നോക്കിയാൽ നിന്റെ ടേബിളിൽ ഒരു ലെറ്ററും റോസ് ഇരിക്കുന്നത്. ചിലപ്പോൾ ആരെങ്കിലും ലവ് ലെറ്റർ വെച്ചതായിരിക്കും. നോക്കി നോക്ക്. അതിങ്ങ് തായോ, ഞാൻ വായിക്കാം. എന്താണ് അതിലുള്ളതെന്ന് നമുക്കും അറിയണ്ടേ. കളിക്കാൻ നിൽക്കരുത്തിട്ടാ തന്നെ, ഞാൻ വായിച്ചോണ്ട്. അത് എനിക്കുള്ളതല്ലേ? അതെ, അത് നിനക്കുള്ളത് തന്നെയാ. പക്ഷെ അതിൽ എന്താ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കൂടി അറിയണ്ടേ? എടാ, നീ ധൈര്യമായിട്ട് വായിച്ചോ. അതൊന്നും പറയില്ല, നീ വായിക്കടാ. ഓക്കെ, ഇതൊക്കെ അല്പം പൈങ്കിളിയാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ കണ്ടാൽ നീ നിൽക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. നീ എത്ര എന്നിൽ നകലാൻ നോക്കിയാലും ഒരു കാര്യവുമില്ല. വീട്ടില്ല നിന്നെ ഞാൻ. ഓഹോ, അപ്പൊ ഈ ലെറ്റർ എഴുതിയതാരാണെങ്കിലും ആ ആള് നിന്നെയും കൊണ്ട് പോവുള്ളൂ. ബാക്കി വായിക്കേ. നീ എന്തൊക്കെ ചെയ്താലും എനിക്കൊരു വാക്കേ ഐ ലവ് യു എന്ന്. നിന്റെ സ്വന്തം, നിന്റെ മാത്രം മിസ്റ്റർ സ്ട്രേഞ്ചർ. എന്റെ മോനെ ചെക്കൻ കൊള്ളാലോ. എന്താണെങ്കിലും അളിയനെ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ കൂട്ടിയിട്ട് കത്തിക്കാൻ എല്ലാത്തിനും. അത് തായോ, ഈ വാഴയുടെ അസുഖം ഞാൻ ഒന്ന് തീർത്തു കൊടുക്കുന്നുണ്ട്. എടാ, അവനെ കൊല്ലല്ലേ, ജീവനോടെ വെച്ചേക്കണേ അതിന്. നാറി, നിനക്ക് എന്തിന്റെ സുഖേടാടാ? എന്തിനൊപ്പം എന്നെ തല്ലിയത്? മനസ്സിലായില്ലേ എന്തിനാന്ന്? ഇതുപോലത്തെ വേണ്ടാത്ത ചെറ്റത്തര നീ കാണിച്ച ഇതിലും വലുത് നീ എൻ്റെ വാങ്ങിക്കും. എത്ര തവണ നിന്റെ അടുത്ത് പറയണേ എനിക്ക് നിന്നോടൊരു കുന്തോ ഇല്ലാന്ന്. എന്നിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കാൻ നിനക്ക് നാണാവില്ലടാ. ഓ, ഇത്രയൊക്കെ കിട്ടിയിട്ട് നിനക്ക് എനിക്കാൻ നിനക്ക് ഒരു ഉടുപ്പില്ലടാ. ഇനി മേലെ എൻ്റെ മുന്നിൽ കണ്ടുപോയത്. ഇനി അങ്ങാനും കണ്ടാല് ഞാൻ സത്യമായിട്ടും കംപ്ലൈന്റ് ചെയ്യും. പിന്നെ നീ കോളേജിൽ പോലും കാണില്ല. അച്ഛ ബേബി, ഒരു കാര്യം കൂടി. എന്നടിച്ചപ്പോ ആ പൂ പോലുള്ള കൈ നൊന്തോ? വേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ മറക്കല്ലേ. നീ പോടാ മരവാഴ, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ പോയി ആദ്യം ഡോക്ടറെ കാണാൻ നോക്ക്. മേലോളം എന്റെ മുന്നിൽ വന്ന് പോയത്. എന്നിട്ട് പിന്നെ എന്താണ്ടായേ? അവനെല്ലാം അവസാനിപ്പിച്ചോ? പിന്നെ നിന്നെ ശല്യപ്പെടുത്തിയില്ല? അവൻ വേറെ ആരെങ്കിലും ആണെങ്കിൽ അതോടുകൂടി എല്ലാം അവസാനിപ്പിച്ചേനെ. പക്ഷേ അവൻ അങ്ങനെ ഒരു മുതലല്ല മോനെ. അച്ചു, എന്താടത്? എത്ര നാളായി നിന്റെ പിന്നാലെ അങ്ങനെ നടക്കുന്നു? ഇങ്ങനെ പോവാണെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ആയാൽ പോലും നമ്മൾ സെറ്റ് ആവില്ല. നിന്റെ പ്രശ്നം എന്താ? ആദ്യം തന്നെ എനിക്ക് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ എൻ്റെ ടൈമില്ല. പിന്നെ എനിക്ക് നിന്നോടൊരു ഫീലിങ്സും ഇല്ല. പിന്നെ എങ്ങനെയാണ് നീ എന്റെ പിന്നാലെ നടക്കാതെ? ഇവിടെ എത്രയോ പേരുണ്ട്, വേറെ ആരെങ്കിലും നോക്കാൻ നോക്ക്. ഫീലിങ്സ് അല്ലേ? നിനക്ക് ഫീലിങ്സ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പം അറിയാം. അത് കഴിയുമ്പോൾ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നിനക്ക് ടൈം ഉണ്ടായിക്കോളും. നീ എന്ത് ചെയ്യാൻ പോവാ? വേണ്ടാത്തൊന്നും വേണ്ടാട്ടാ. ഇനി പറയടാ നിനക്ക് എന്നോടൊരു ഫീലിങ്സ് ഇല്ലാന്ന്. ഇനിയും കള്ളം പറയാൻ നീ നോക്കണ്ട. അങ്ങനെ ഒന്നും ഉണ്ടായില്ലെങ്കിൽ നീ എന്നെ തട്ടി മാറ്റിയാനെ. നീ ഇത് എൻജോയ് ചെയ്തതാ. ഇനി നീ ഇല്ലാന്ന് പറഞ്ഞാൽ മേലാ എൻ്റെ കൺമുന്നിൽ വന്ന് പോയത്. ഇത്ര നാളും ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് നിന്നെ വെറുപ്പാ. വരരുത്. വന്നാൽ ഞാൻ എല്ലാം അവസാനിപ്പിച്ച് ഈ കോളേജിൽ നിന്ന് പോകും. പിന്നെന്തുണ്ടായത്? അതോടുകൂടി എല്ലാം അവസാനിച്ചെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ അവൻ എന്നെ ശല്യപ്പെടുത്താൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പോകെ പോകെ എനിക്കെന്തോ ഒരു മിസ്സിങ് ഫീലാ. എന്തുകൊണ്ടാണ് അവനെ മിസ്സാവുന്നതെന്ന് ഉള്ളതിന് കറക്റ്റായി എനിക്ക് തന്നെ ഒരു ആൻസർ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു മേ ബി എല്ലായിടത്തും എന്നെ ഫോളോ ചെയ്ത് നടന്നൊരു പേഴ്സൺ, ആളുടെ ഒരു പ്രസൻസ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്നില്ലാണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു ദിവസം ക്യാമ്പസിൽ വെച്ച് ഞാനൊരു കാഴ്ച കണ്ടു. അതെന്നെ അടിമുടി തകർത്തു. എടാ,
എടാ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് വെറൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, അതിനപ്പുറം ജീവിതകാലം മൊത്തം എനിക്ക് നീ എൻ്റെ കൂടെ വേണം, എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട്. അപ്പോഴാണ് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്യുന്നത് എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരുപാട് ലേറ്റായിപ്പോയി. പിന്നീട് അങ്ങോട്ട് എനിക്കതിൽ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നില്ല. ഈവൻ സ്റ്റഡീസിൽ പോലും മൊത്തം ഒരു ശൂന്യതയായിരുന്നു. പിന്നെ എൻ്റേതാന്ന് പറയാനോ തട്ടിപ്പറിച്ചെടുക്കാനോ ഒന്നിനുള്ള ഒരു റൈറ്റ് എനിക്കുണ്ടായിരുന്നില്ല. എല്ലാം ഇല്ലാണ്ടാക്കിയത് ഞാൻ തന്നെയല്ലേ. പിന്നീടെല്ലാം ഉള്ളിലൊതുക്കി നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാമ്പസ് ഡേ പ്രോഗ്രാം വരുന്നത്. അന്നൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഈ പരിപാടി ക്യാമ്പസിൽ അലൗഡ് അല്ലാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എന്നിട്ടും ചെയ്യാണല്ലേ? ഞാൻ എന്താണെങ്കിലും ഇത് കംപ്ലൈൻറ്റ് ചെയ്യും. അല്ല, ഇത് ആരത്? മിസ്റ്റർ പെർഫെക്റ്റ് അല്ലേ? ഓ, ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു. അതെന്താണെങ്കിലും നന്നായി. നിന്നിങ്ങനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ കുറെ നാളായി വെയിറ്റ് ചെയ്യായിരുന്നു. എന്ത് ചെയ്യാനാ പ്ലാൻ? ഞാനൊന്നും ചെയ്യില്ല, ചെയ്യാൻ പോകുന്ന നിങ്ങളാ. നീ എന്തായാലും ഞങ്ങൾക്ക് ഇതിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോലെ, അപ്പൊ ഇതും കൂടി ചേർത്തങ്ങ് കംപ്ലൈന്റ് ചെയ്തേക്ക്. ഗായ്സ്, ഈ മദ്യത്തിന്റെ ലഹരി എന്താന്ന് ഇവനും കൂടി ഒന്ന് അറിയട്ടെ. വേണ്ട, വൈരാഗ്യം വെച്ച് നിങ്ങളിത് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. എങ്ങനെയുണ്ട് ടേസ്റ്റ്? കൊള്ളാവോ? ചോദിക്കാൻ എന്തിരിക്കണേ? അവൻ ഇഷ്ടപ്പെട്ടെന്ന് കണ്ടാലേ മനസ്സിലാവില്ലേ? എന്നാ പിന്നെ ഞാൻ പോണ്. യു ഗൈസ് കണ്ടിന്യൂ. ശരിക്കും അവനെ കുടിപ്പിച്ചിട്ട് വിട്ടാ മതി. യു, ഹൗ ഡെയർ യു ഓൾ! എത്ര ധൈര്യം ഉണ്ടെങ്കിലും നിങ്ങൾ അവനെ തൊടും? അത് പിന്നെ ഷട്ടപ്പ്. ഇവൻ എന്റേതാ, എന്റേത് മാത്രം. ഇനി ഒരിക്കൽ കൂടി ഇവന്റെ ദേഹത്ത് തൊട്ടാൽ കൊന്നുകളയും എല്ലാത്തിനെയും ഞാൻ. ഇത് ശരിക്കും നീയാണോ? അതേലോ, ഇത് ശരിക്കും ഞാൻ തന്നെയാ. I love you. I love you so much. എന്താണ്? ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ? ഇനി സാരില്ല, ഇതെന്താന്നുള്ളത് നാളെ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചുകൊണ്ട്